അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ഐവിയുടെ ടൂർ പ്ലാൻ പ്രസന്റ് ചെയ്യാനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. Okay, now we wanted to give you the best possible views. അതിമനോഹരമായ വിഷ്വൽ. അത് സോറി, പക്ഷേ ഇതിലും മനോഹരമായ വിഷ്വൽസ്, വേൾഡ് ഫേമസ് പാലസുകൾ, ഹിസ്റ്റോറിക്കൽ ഫോർട്ട്സ്, സൗത്ത് ഇന്ത്യൻ കൾച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നമ്മുടെ ഐവിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ച വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന ഹംപിയാണ്. കമ്പി അല്ലടേ, ഹംപി. ഇതൊരു തീർത്ഥാടനമായിട്ട് തീരോ? ഞാനിപ്പോ മലയ്ക്ക് പോയി വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹംപിയിലേക്ക് മാത്രമല്ല പോകുന്നത്. 2 ദിവസത്തെ ഹംപി ടൂർ കഴിഞ്ഞ് നമ്മൾ നേരെ വിടുന്നു ഇന്ത്യയുടെ തന്നെ പാർട്ടി ക്യാപിറ്റലിലേക്ക്. ഐ വി ഡെസ്റ്റിനേഷൻ നമ്പർ 2, ഗോവ. 2 days in Hampi, 2 days in Goa. We are gonna have a blast, guys. ഇതൊന്നും ഇവിടെ നടക്കില്ല. ഗോവ എങ്ങനെയാ സൗത്ത് ഇന്ത്യയിലാകുന്നത്? Of course, sir. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു ഡിവിഷൻ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഗോവ സൗത്ത് ഇന്ത്യയിലാണ്. ഹംപിയിലും ഗോവയിലും ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ പോകുന്നത്? സർ, ഇൻഫോസിസ്, കോഗ്നിസെന്റ്, എക്സൽസോഫ്റ്റ്, ആബസോഫ്റ്റ്, LNT ഇതുപോലെ 50-ൽ പരം ഇൻഡസ്ട്രീസ് മൈസൂരിലുണ്ട് സർ. മൈസൂർ ഓൺ ദ വേ ആണ്. ട്രസ്റ്റ് മീ സർ, ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഇതൊരു പെർഫെക്റ്റ് ഐ വി ആണ്. ഈ 4 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾ ഇവിടെയൊക്കെ തിരിച്ചു പോയിട്ട് വരും? സർ, 27th വരെ ക്രിസ്മസ് ഹോളിഡേസ് ആണ്. 28th മുതൽ 31st വരെ ഞങ്ങൾ ഐവിക്ക് വേണ്ടി ലീവ് എടുക്കുന്നു. ഫസ്റ്റ് സൺഡേ ആണ്. സോ ബേസിക്കലി 4 ദിവസം ലീവ് എടുത്താൽ ഞങ്ങൾക്ക് 6 ദിവസം കിട്ടും. സർ, എല്ലാം ഓക്കെ അല്ലേ? അപ്രൂവ്ഡ്. സാറേ, ഇവരെ ഗോവയ്ക്ക് വിടാൻ പറ്റത്തില്ല സാറേ. അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല പറയട്ടെ. Okay, now we have a special surprise. ഐവിയുടെ ലാസ്റ്റ് ദിവസം 31st രാത്രി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നു ഇന്ത്യയുടെ തന്നെ ബിഗ്ഗസ്റ്റ് പാർട്ടിയിലേക്ക്. സൺഡൗൺ പാർട്ടി. വരുണേ, എന്താണോ സൺഡൗണിന്റെ ടിക്കറ്റ്സ് ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് വിറ്റുപോയി കാണില്ലേ? പിന്നെ ഈ അവസാന നിമിഷം എവിടെ നോപ്പിക്കാനാ? എന്തെങ്കിലും വഴി കാണാതെ ഞാൻ അത് ഏറ്റെടുക്കും. ടിക്കറ്റ്സിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഉണ്ണികൃഷ്ണൻ, come here. ഇപ്പൊ കേട്ടോ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? ടക്ക് ന്യൂ ഷർട്ട്. ഇങ്ങനെയും ഡ്രസ് ചെയ്യാട്ടോ. What is this? ലഹു. Where is your ID? താനെന്താ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? തന്റെ മുഖം അത്രയ്ക്ക് മോശമാണോ? ആഹാ, തന്നെ ഓഫീസിൽ പോയി 1000 ഫൈൻ അടച്ച് പുതിയ കാർഡോടെ കൊണ്ട് കയറിയാൽ മതി. ഓക്കെ സാർ. സാർ, ഒരു 1000 രൂപ ഉണ്ട് കടമായിട്ട് എടുക്കാൻ. കറക്റ്റ്. ലവ് ലെറ്റർ എഴുതണ വല്ല കഷ്ടപ്പാട് നിനക്ക് വല്ല അറിയണോ? ഗുഡ് മോർണിംഗ് മാം. Good morning. Good morning. Good morning. Ma'am, ഇന്നെന്താ സ്പെഷ്യൽ? മാക്രോൺസ്. നിങ്ങളുടെ ഐവിക്ക് കൂടെ വരുന്ന ഫീമെയിൽ സ്റ്റാഫ് ഞാനായിരിക്കും. So see you all tomorrow. ആൻഡ് സ്റ്റുഡൻസ്, നാളെ നിങ്ങൾ പോകുന്ന ഐവിക്ക് മെയിൽ സ്റ്റാഫായി നിങ്ങളോടൊപ്പം വരുന്ന ഞാനായിരിക്കും. ഓക്കെ? ഇതൊക്കെ ഓക്കെ, ബട്ട് ഐ ഹാവ് വൺ കണ്ടീഷൻ. ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒരുമിച്ചിരിക്കലൊന്നും നടക്കില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്ട്രിക്റ്റ് ഓർഡേഴ്സ് ഉണ്ട്. സോ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇപ്പോഴാണ് സമാധാനമായത്. കപ്പിളായിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഭയങ്കര മോശമായി പോയല്ലേ? ഒന്ന് പോടാപ്പ. നീ ആദ്യം പോയി അവളോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് മതി കപ്പിളായിട്ട് പോയി ഇരിക്കലൊക്കെ. ഇതിപ്പോ ക്രിസ്തുവാണ് പറയുന്നതെങ്കിൽ സമ്മതിക്കും. അടുപ്പിച്ച് നിൽക്കുന്നേ, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. വലിയ കുടി തുടങ്ങി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാവരും മാറ്റിവെച്ചോ. നാളെ ഞാൻ എല്ലാവരും ബാഗ് ചെക്ക് ചെയ്യുന്നതാണ്. മേടിച്ച കുപ്പിയൊക്കെ എന്താ ചെയ്യണ്ടേ? അതൊന്നും രണ്ടല്ല, 5 ലിറ്ററാ, അതും ഹോട്ട്. പുള്ളിക്കാരൻ പൊക്കി അവിടെ കഴിഞ്ഞ ഐവി. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. അല്പം കടന്നു കഴിയാം. നീയോ? നീയല്ലേ കഴിഞ്ഞ ദിവസം ബസ് ബുക്ക് ചെയ്യാൻ വന്നേ? അതെ ചേട്ടാ, ഇവൻ എൻ്റെ ഫ്രണ്ടാ. സാറ് ബാഗ് കേൾക്കുമെന്ന് പറഞ്ഞു.
അതുകൊണ്ട് കുപ്പി ബസ്സിൽ ഒളിപ്പിക്കാൻ കരുതി. എന്നിട്ട് കുപ്പി എവിടെ ഒളിപ്പിച്ചേ? അത് ഈ സാറുമാരൊക്കെ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയില. കൊള്ളാം, ആശാന്റെ നെഞ്ചത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ആശാന്റെ ആസനത്തിനടിയിൽ നിന്ന് ഇപ്പോഴാ കേൾക്കുന്നേ. നിങ്ങൾ വിട്ടോ. ശരി, ഗുഡ് നൈറ്റ്. എടാ മക്കളെ, അതെ, എന്റെ മനസ്സ് പറയുന്നു ഇതൊരു 1.5 ട്രിപ്പായിരിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ വീലി 34, 36, 37, 38. ചിരിച്ചോടാ, നീ മുത്തല്ലേ? പോർട്ടബിൾ ചാർജർ എടുത്തോ? ഞാൻ എടുത്തു. ദിയ എന്താ തീരത്തെ? ഇതിന്റെ അകത്ത് കുപ്പിയൊന്നുമില്ലല്ലോ സാർ, ഇതിനകത്ത് കുപ്പിന്നില്ല സാർ. നിന്റെയൊക്കെ ബാഗ് പരിശോധിക്കണമെന്ന് ഞാൻ വിചാരിച്ച. അതിനെന്താ സാർ, പരിശോധിച്ചോളൂ സാർ, പരിശോധിച്ചോളൂ. ആദ്യം എൻ്റെ ആയിക്കോട്ടെ. കുപ്പിയൊന്നും ഇല്ല സാർ. എന്ത് മൊരനാണ്, എന്തിനടത്തും കലിപ്പ്. ബാഗ് ആവട്ടെ. എല്ലാരും കേറിയില്ലടാ. ആ, എല്ലാരും കേറി. പാ, വണ്ടി ഹമ്പിക്ക് വിടാം. ഒരാളും കൂടെ വരാനുണ്ട്. എന്താണ് നിന്റെ പേര്? അക്ഷയ്. നിന്റെയോ? ദിയ. നിനക്ക് എന്താണ് ഒരു നോട്ടം? ഇഷ്ടപ്പെട്ടോ അവളെ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടോ? എന്നാ നീ ഒരു കാര്യം ചെയ്, നീ അവളെ പ്രപ്പോസ് ചെയ്. എന്താണ് നീ ചിരിക്കണേ? ഇവള് കൊള്ളാലോ, നീ പ്രപ്പോസ് ചെയ്യണ്ട. താൻ ഇവനെ പ്രപ്പോസ് ചെയ്യും. ഞാനോ? ആ, അക്ഷയ്, ഐ ലവ് യു അക്ഷയ്. അക്ഷയ് യെസ് പറ അക്ഷയ്. എനിക്ക് അക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അക്ഷയ് പറ അക്ഷയ്. അക്ഷയ് പ്ലീസ് അക്ഷയ്, ഐ ലവ് യു അക്ഷയ്. okay, ചേട്ടാ, ഒരു മതി, മതി. മിനിറ്റ്. അല്ല. അക്ഷയ് പ്ലീസ് അക്ഷയ്, എന്താ യെസ് പറയാതെ? അക്ഷയ് പ്ലീസ് അക്ഷയ് യെസ് പറ അക്ഷയ്. അക്ഷയ് യെസ് പറ, യെസ് പറ. മതി, മതി, മതി. Okay, okay, ചേട്ടാ, ഒരു stop, സെക്കൻഡ്, ഇപ്പൊ stop. യെസ് പറ. മതി മതി, ക്ലാസ് പൂടി. മതി. Go to your classes. ബൈ അക്ഷയ്. ബൈ. Good morning, ma'am. Good morning, sir. Hey! Hello. നീ എവിടെ നിനക്ക് ലഗേജ് ഒന്നുമില്ലേ? ദേ ഉണ്ടല്ലോ. ഇവളെന്താടാ വീട് വിട്ട് ഇറങ്ങിയതാണോ? അങ്ങനെ അങ്ങനെ പട്ടി ചിന്ന അങ്ങനെ വെച്ചു, അങ്ങനെ വെച്ചു. ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് എനിക്ക് ഇതാണോ ഫോട്ടോ എടുക്കാൻ കിട്ടിയത്? നിനക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ പറ്റി എന്തറിയാടാ? ഈ പട്ടിയാണോ എന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? എന്താ സോറി, പട്ടിയുടെ ലൈഫ് എന്ന വൈൽഡ് അല്ലേ? നീ കളിയാക്കിക്കോടാ. നോക്കിക്കോ, ഒരു ദിവസം ഞാനോ വലിയൊരു ഫോട്ടോഗ്രാഫർ മൈക്കിൾ ഷൂമാക്കറിനെയൊക്കെ പോലെ മോരടാൻ വെറുതെ അല്ല അവള് നിന്നോട് നോ പറഞ്ഞേ. പോടാ നീ പോടാ, നീ പോടാ, നീ പോടാ. ദാ, എനിക്ക് അവളോടൊന്ന് മിണ്ടണം. അവളവിടെ നിപ്പുണ്ടല്ലോ, മിണ്ടിക്കൂ. എന്നെക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അസ്ഥിക്ക് പിടിച്ചിരിക്കുവാണല്ലേ. എടാ, നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ആ കൊന്ത്ര പല്ലും തൊണ്ട കീറുള്ള ശബ്ദം, കുളിക്കുപോലും ചെയ്യാതെ ക്ലാസ്സിലേക്കുള്ള വരവും. എടാ, അവളുടെ ഓരോ ഇംപെർഫെക്ഷൻസ് കാണുമ്പോഴും എനിക്ക് അവൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നണേ. എല്ലാവരും അവളുടെ ലുക്കിനെ പറ്റിയും ഡ്രസ് സെൻസിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനൊന്നും നോക്കിയിട്ട് പോലുമില്ല. പിന്നെ നീ എന്താ നോക്കാറ്? എടാ, ഇങ്ങനെ പേടിക്കാനും മാത്രം അവൾ എന്ത് ചെയ്യാനാ? അവൾ എന്ത് ചെയ്യുന്നല്ല, ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ പേടി. നിങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ്, നിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എങ്ങാനൊന്ന് പ്രപ്പോസ് ചെയ്ത് അവൾ നോ പറഞ്ഞാ എല്ലാം കൊള്ളാകില്ലടാ. ഇപ്പോഴാണെങ്കിൽ ഒന്ന് കണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെങ്കിലും ഉണ്ട്. ഇനി അതോടെ നിന്നാ ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുക? ഇതൊക്കെ അവൾ നോ പറഞ്ഞാലല്ലേ? അവൾ യെസ് പറഞ്ഞാലോ? ഞാനും നീയും ഫ്രണ്ട്സ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്സും ഫ്രണ്ട്സ്. ഇനി 3 വർഷം ബാക്കി. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ്.
നീ എന്താ അങ്ങനെ ആലോചിക്കാത്തെ? വന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ. ബാക്കി നമുക്ക് നല്ലൊരു ഹംപി ദോശ കഴിച്ചോണ്ട് സംസാരിക്കാം. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. അപ്പൊ ഈ തൊണ്ടയിൽ മാത്രല്ല മനുഷ്യന്മാര് പാടുന്ന പാട്ടും അറിയാലേ. ഹോസ്റ്റൽ വിളിച്ചിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെയ്തോളാം. എന്താ കേൾക്കുന്നത്? ശരി. യേശുദാസ് ആയിരിക്കും അല്ലേ അയൺ മേഡിന്റെ ലീഡ് സിംഗർ? എടി പൊട്ടി, ഡി അങ്ങോട്ട് നോക്ക്. ഓക്കെ ഓക്കെ, ഇപ്പൊ വരാം. ബിസിയാണോ? ദിയരോട് ഒരു ഫുൾ ഡേ കറങ്ങി നടക്കാനുള്ള ചാൻസ് നിനക്ക് ഇപ്പൊ കിട്ടും. എങ്ങനെ? കൂടുതലൊന്നും പറയാൻ സമയമില്ല. ഹിന്ദിക്കാർ ഓൾറെഡി ബഹളം വെച്ച് തുടങ്ങി. നീ നോക്കാം. ഹിന്ദിക്കാര് ബസ് ഭയ്യ. പണ്ട് ദസറ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് രാജാവ് താഴെ നടക്കുന്ന പാട്ടും ഡാൻസും പട്ടാളത്തിന്റെ മാർച്ചും ഒക്കെ കണ്ടിരുന്നത്. ഹിസ്റ്ററി ക്ലാസ് ഒന്നും മതിയാക്കടാ, ഞങ്ങളെ അടുത്ത സ്ഥലം കാണിച്ചതാ. എടാ, ഹംപി അങ്ങനെ ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമൊന്നുമല്ല, സ്വയം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് an explorer's paradise. ഇന്ന് ഹംപിയിലെ നമ്മുടെ ആദ്യത്തെ ദിവസത്തിന് വേണ്ടി വരുൺ ഹാസ് പ്ലാൻ സംതിങ് റിയലി അമേസിംഗ്. 4 ക്ലൂ, 4 ലൊക്കേഷൻ, 4 മണിക്കൂർ, ഹംപി മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മാസിവ് ട്രെഷർ ഹണ്ട്. ഞാനിപ്പോ ഒരു ക്ലൂ തരും. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത ലൊക്കേഷനിലെത്തും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത ക്ലൂ. അങ്ങനെ 4 ക്ലൂ സോൾവ് ചെയ്ത് ആദ്യം ഫിനിഷ് ലൈനിൽ എത്തുന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ്. സർപ്രൈസ് എന്താ? സർപ്രൈസ് എന്താണെന്നൊക്കെ പറയാം, പക്ഷെ ആദ്യം ടീം ഫോം ചെയ്യും. ബജാലെ എന്നെ കൂടെ കൂട്ടുവോ? വേണ്ട, നീ ഞങ്ങളുടെ ടീമിലുണ്ട്. ഗുഡ് ബൈ. ഇവരൊക്കെ ഓൾറെഡി. അക്ഷയ്, ദിയോട് പോയി ചോദിക്ക്. കുപ്പി അവളെയും കൂടെ അവളെയും കൂടെ നമ്മുടെ ടീമിൽ കയറുന്നായിരിക്കും അല്ലേ? ദിയ, നമുക്ക് ഈ സംരംഭത്തെ ഒരുമിച്ച് നേരിട്ടാലോ? പിന്നെന്താ ദേവിക? ഞാനില്ല, ഞാനും ഗൗതം. പ്ലീസ് ചക്കര. ചലോ ചലോ ബസ്. എല്ലാരും റെഡിയല്ലേ? ഞാൻ ഫസ്റ്റ് ക്ലൂ പറയാൻ പോവാണ്. പാപി ചെല്ലുന്നിടം പാതാളം. ഓക്കേ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. ബജാലെ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണോ? നോക്കാന്നേ. ഓക്കേ ഓക്കേ. പാതാളം ഇവിടെ എല്ലാം കുഴിച്ചിട്ടുണ്ടോ നോക്കിയേ. ഓക്കേ. What does പാപി mean? എന്തുവാടേത്? ഞാൻ ഓൺലൈൻ നോക്കാം, നീ ബുക്കിൽ. പക്ഷെ നമ്മളിപ്പോ എവിടെ നോക്കും? ഗൗതം, എനിക്ക് ആൻസർ കിട്ടി. തന്നെ ഒരു രസമല്ല. ഞാനും നിന്റെ കൂടെ കൂടിക്കോട്ടെ. നിനക്ക് കിട്ടിയോ? വേറെ ആർക്കും കിട്ടിയിട്ടില്ല. നമ്മളാ ഫസ്റ്റ്. ഞങ്ങൾക്ക് കിട്ടി. അതെ, ഈ പാപം ചെയ്ത എവിടെ പോന സാധ്യത? ഒന്നില്ലെങ്കിൽ ജയിൽ, അല്ലെങ്കിൽ നരകം. പാപം ചെയ്താ വല്ല പള്ളിയിൽ പോയി കുമ്പസാരിക്കണം. കിട്ടി കിട്ടി. വാ 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 വാ. അവളല്ലേ അപ്പോഴേ പറഞ്ഞില്ല അവളെ കണ്ടു. വാ വാ. Wait. Wait. പാപം ചെയ്ത മാപ്പ് ചോദിക്കുന്ന സ്ഥലം അമ്പലം, പാതാളം അണ്ടർഗ്രൗണ്ട്. അതിനിപ്പോ എന്ത് രസാലേ. സത്യം, എന്റെ വീട് പോലെ തന്നെ. വേറെ ആരും എത്തിയിട്ടില്ല അല്ലേ?
നമ്മൾ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് അല്ല ലാസ്റ്റാ. ഓ വെറുതെ ടാ. വേറെ ആരുമില്ല, ബെസ്റ്റ് ചാൻസാ. ചെല്ല് മോളിൻ്റെ റിസൾട്ട് വന്നു. ചെല്ല് ഒരു മിനിറ്റ്. ചെല്ല്. നിങ്ങൾ അകത്ത് നോക്കിക്കോ, ഞാൻ പുറത്ത് നോക്കാം. ഓക്കെ? പോയി. വരുൺ, നമുക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? വരുൺ പ്ലീസ്. ക്ലൂ കൊണ്ടോ എവിടെ അകത്തോതും വെള്ളത് കോളേജിലെത്തിയിട്ട് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വരുണിയാ. ശരിയാ, നമ്മൾ നല്ല ക്ലോസ് ആയി. പക്ഷെ താൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെയാ, എല്ലാരോടും പെട്ടെന്ന് കമ്പനിയാവും. But that doesn't mean അന്ന് താൻ എന്തൊക്കെയോ പറഞ്ഞു, അതെല്ലാം ഞാൻ അപ്പ തന്നെ മറന്നു. അതിനുശേഷം ഞാൻ നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. പക്ഷെ താൻ നമ്മൾ ഒരേ ക്ലാസ്സിലാ, നമുക്ക് ഒരേ ഫ്രണ്ട്സാ. ഇനി എത്ര നാളെന്ന് വെച്ച് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യും? സോ പ്ലീസ് വരുൺ, ഫ്രണ്ട്സ്. കുപ്പി അടുത്ത ക്ലൂ പെട്ടെന്ന് സോൾവ് ചെയ്ത് എല്ലാവരും ഓവർടേക്ക് ചെയ്ത്. ഇവിടുന്ന് നിങ്ങൾ ക്വീൻസ് ബാത്തിലേക്ക് പോകണം. അവിടെ ചെന്നാൽ പിന്നെ ഡോണ്ട് വറി ബി ഹംപി. ക്വീൻസ് ബാത്ത്. വേഗം വേഗം. അടിപൊളി. നോക്ക്, ഇതൊരു ബാത്റൂം ആയിരുന്നോ? കണ്ട ഒരു കൊട്ടാരം പോലെ ഉണ്ട്. ഇത്രയും വലിയ ബാത്റൂം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫുൾ ടൈം കുളിയായിരുന്നു. ആദ്യം നീ ഒരു നേരം കുളി, എന്നിട്ട് മതി ബാക്കിയൊക്കെ. ശ്വേത, അവിടെ ക്ലൂ ഉണ്ടെന്ന് പെട്ടെന്ന് നോക്കാവോ? ഓക്കെ. എന്താ ദേവുട്ടി, എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ നീ കാര്യം പറ. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ. ദേവുട്ടി ദേഷ്യപ്പെടല്ലേ, കാര്യം പറ. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് നിന്നോടുള്ള ബിഹേവിയർ ശരിയല്ലെന്ന്. എടി, അവള് വെറുതെ ഫ്രണ്ട്ലി ആവുന്നു. ഫ്രണ്ട്ലി? നീ ഒരു പൊട്ടനാ. നിനക്ക് പെമ്പിളുടെ സ്വഭാവം എന്നാ അറിയാമല്ലോ. അവളുടെ സ്വഭാവം എന്തായാലും എന്താ, എനിക്കെന്റെ ദേവൂട്ടിയില്ലേ, ദേവൂട്ടിയുടെ ഈ കണ്ണും ദേവൂട്ടി ഇങ്ങനെ മാങ്ങി കഴിച്ചു കഴിയുമ്പോഴത്തേക്കും കല്ലിടയിൽ ഞാനൊന്നും കണ്ടിട്ടില്ലേ. അയ്യോ, ഞാനെല്ലാം കണ്ടു. ഞാൻ കുറച്ച് ഞങ്ങളിങ്ങനെ. സ്ഥലം കൊള്ളാം. ജനിക്കുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ബടനായിട്ട് ജനിക്കണം. അതെന്താ? കണ്ടില്ലേ, മതില് ഫുൾ ഓട്ടടാ. എന്നും രാവിലെ ഫ്രീ ആയിട്ട് രാജ്ഞിമാരുടെ കുളി കാണായിരുന്നു. വൃത്തികെട്ടവൻ. വൃത്തികെട്ടവനാ. നല്ല ബെസ്റ്റ് ആളെയാ നീ സഹായിക്കാൻ കൂടെ കൂട്ടിയേക്കും. ജഗന്നാഥ് +7. അതൊരു അമ്പലമല്ലേ? അതങ്ങ് പുരിയിലല്ലേ? പൂരിയോ? ഇതാണോ? ഈ പിള്ളേരുടെ ക്ലൂ ഒക്കെ ഭയങ്കര പാടാണല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞ പരിപാടിക്കൊന്നും പോകണ്ടെന്ന്. ആരടി ജഗന്നാഥൻ? കൊറേ നേരായല്ലോ. സഫറോं की जिंदगी जो कभी नहीं खत्म हो जाती है. ജഗന്നാഥൻ. ജഗന്നാഥല്ല, ജഗന്നാഥൻ. തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. 6-ാം തമ്പുരാൻ. +7. 12-ാം. 13-ാം തമ്പുരാൻ. ശ്രീകൃഷ്ണദേവരായ. സ്റ്റാച്ചു ഒക്കെ കൊള്ളാം, പക്ഷെ ഒരു തമ്പുരാൻ ലുക്കില്ല. അതൊക്കെ നമ്മുടെ ലാലട്ട്. നിനക്കറിയാം, 15-ാം നൂറ്റാണ്ടില് ഒരു പോർച്ചുഗീസ് ട്രാവലർ ഉണ്ടായിരുന്നു. പുള്ളി ലണ്ടൻ, പാരീസ്, റോം ഒക്കെ കണ്ടിട്ടാണ് ഹംപിയിലേക്ക് വന്നത്. അങ്ങേര് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സിറ്റി ഹംപിയാണെന്നാണ്. ഈ മനുഷ്യനാ ഇത് മുഴുവൻ പണിതുണ്ടാക്കിയത്. അന്നിവിടെ 5 ലക്ഷം പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വെറും 3000 പേരേ ഉള്ളൂ. എന്താ? ജാതി, മതം, തമ്മിത്തല്ല്, അതൊക്കെ തന്നെ. 600 വർഷം കഴിഞ്ഞിട്ടും നമുക്കൊന്നൊരു മാറ്റമില്ലല്ലേ? ക്ലൂ. Does this look like a tower? ഇത് ടവർ ഒന്നുമല്ല, വേറെ എന്തോ. വേറെന്താന്ന് ആലോചിക്കേ. ഇത് ഞാൻ
ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതാ അമ്പലല്ലേ? ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, വിരൂപാക്ഷ ടെമ്പിൾ. വാ പോ. വിരൂപാക്ഷ ടെമ്പിൾ. നിക്ക്. നീ വരുന്നില്ലേ? ഇത് ലാസ്റ്റ് ക്ലൂവാ, വരുണത്ര സിമ്പിൾ ആക്കില്ല. എന്താ? എടാ ഇങ്ങനെ നോക്കണ്ടേ? ഇതൊരു ടവർ അല്ല, ഫ്ലോർ പ്ലാനാ. കണ്ടോ, വിത്തല ടെമ്പിൾ. നിങ്ങൾ ഫസ്റ്റോ? നിങ്ങളും ഫസ്റ്റ് ഒന്നുമല്ല. പിന്നാരാ? ഇവനോട് ഫുൾ ക്ലൂ സോൾവ് ചെയ്തെത്തിയിട്ട് മണിക്കൂർ 3 ആയി. ഹായ് ഗായ്സ്. നിരാശ. ഫസ്റ്റ് പ്രൈസ് എന്താന്ന് കാണണ്ടേ? പോയി എല്ലാരും വിളിച്ചിട്ടോ. മ്യൂസിക്കൽ പില്ലേഴ്സ് ഇതിവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. ഇവരിങ്ങനെ എല്ലാ ദിവസവും വന്ന് പെർഫോം ചെയ്യാറില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഹംപിയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. ഡേ 1 കഴിഞ്ഞില്ലേ, ഇനി റൂമിൽ പോയി കുപ്പി ഒട്ടിക്കാം. എല്ലാരും നേരെ ക്യാമറയിലേക്ക് നോക്കിയപ്പോ ഒരാളുടെ ഫോക്കസ് മാത്രം മറ്റൊരിടത്തായിരുന്നു. നമ്മുടെ കുപ്പിയാരോ കിഡ്നാപ്പ് ചെയ്തോ? അല്ലടാ, ഇത് ചുമ്മാ നമ്മുടെ ക്ലാസ്സിൽ ഏതോ തെണ്ടി നമ്മളെ വട്ടാക്കുന്നത്. ഇതങ്ങനെ പിള്ളേളിയൊന്നുമല്ല. അല്ല, ഐവിയുടെ പേര് പിരിച്ച് കാശ് കൊണ്ട് വാങ്ങിയ കുപ്പികളാ. കള്ളക്കണക്ക് ഉണ്ടാക്കി മടുത്തു. ഇതെങ്ങാണ് എടുത്തവന് എന്റെ കൈ കിട്ടിയ സീറ്റിന്റെ അടി നീട്ടിയതാ. നോക്കട്ടെ, ഉത്തരങ്ങൾ അപ്പുറത്ത്. എടാ, മര്യാദക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരാ. ഇപ്പൊ മൊത്തം ക്ലൂ ക്ലൂ. അനുഭവിച്ചോ? നമ്മുടെ റൂമിന്റെ അപ്പുറത്താരാ? മിറാഷ്. എടാ, മണ അടിച്ച ബോധം കിടന്ന പാട്ടിയാ. പിന്നെയാണ് എടാ കുപ്പി നിന്റെയോ? എടാ അങ്ങേര് അവൻ നല്ല ചാൻസ് ഉണ്ട്, ഞാൻ പറയാം. എടാ, ആ പുല്ലന്റെ കണ്ണ് കണ്ടറിയാം. 1 ടാങ്ക് സാർ എങ്ങാനായിരുന്നെങ്കിൽ ഇപ്പൊ ഐവിയുടെ ആയിരുന്നു തീരുമാനമായേനെ. കറക്റ്റ്. നിങ്ങളിങ്ങനെ കടങ്കഥ കളിച്ചിരുന്നു. ഇത് ചൂടാവുന്ന എന്തിനു? ലവ്ലി മിസ് കാഞ്ഞിരപ്പള്ളിന്റെ അസ്രാനിയാ. എന്താ ഉത്തരങ്ങൾ അപ്പുറത്ത്. നിരന്തരമായ സ്റ്റെപ്സ്. ബോട്ടും പാലവും ഒന്നും കാണുന്നില്ലല്ലോ. എടേ, ഏറ്റടുത്തുള്ള പാലം 40 കിലോമീറ്റർ അപ്പുറയാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വഴിയുണ്ട്. വഴി നീ കേറുന്നില്ലേ? ഞാനെങ്കില്ല, നല്ല അടിപൊളിക്കുള്ള സ്ഥലാ. എടാ, ഇതിൽ എല്ലാ ദിവസവും 8-10 പേര് കേറുന്ന, ഒരു കുഴപ്പമില്ല. നീ വാ. അതൊക്കെ ഡ്രൈവർ ഉള്ളപ്പോഴല്ലേ? ഡ്രൈവറാ? കേറി വാടാ. കുപ്പി അപ്പുറത്തന്നെ. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഞാൻ ഹോട്ടലിൽ തപ്പാം.
കിട്ടിയ വിളിച്ചാൽ മതി. പോട്ടെ വണ്ടി തെക്കോട്ട്. എന്താണ് നമ്മൾ ഇവിടെ എത്താത്തെ? ഓ ഈ ഗൗതമിന്റെ ഇല്ല ഇനിയിപ്പോ വരുണേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? പേടിയാണ്, നീ വിട്ടോ. ഇത് എടുത്തവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാതെ ഞാൻ എങ്ങോട്ടുമില്ല. ഞങ്ങളും വരുന്നുണ്ട്. ഗൗതം കൈ പിടിക്കും. മരം